അല്ലെങ്കിൽ മതം ഒരു പ്രൈവറ്റ് ആയി മാറുന്നത് ഏത് മുതലായിരിക്കും? ഇൽമുണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതനാവുന്നില്ല. അയാൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. കൈമാറ്റം ചെയ്യുന്നിടത്തുള്ള ഒരു ക്ലാരിറ്റി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ്. ഈയിടെ ഒരു യൂട്യൂബ് ചാനൽ, ഒരു കുക്കിംഗ് ചാനലാണ്, അതിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്ന കാര്യം, ചാനൽ ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അതിൽ പന്നിയിറച്ചി തിന്നുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര മഹത്വവൽക്കരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞു വന്ന് അയാൾക്കറിയാം ഇത് പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ട സാധനമാകുന്ന സമയത്ത് എന്തായിരിക്കും താഴെ വരുന്ന ഒരു കമൻ്റ് എന്തായിരിക്കും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടായിരിക്കണം അയാൾ പറയണത്, മതങ്ങൾ ചിലപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളത് കഴിക്കാതിരിക്കരുത്, കാരണം ഇത് അത്രയും ടേസ്റ്റി ആയൊരു സാധനമാണ് എന്നൊക്കെയാണ് അയാൾ പറയണത്. എന്നിട്ട് അയാൾ പറയുന്ന കാര്യം, മതം വേണം, വിശ്വാസമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് കഴിക്കണം എന്നത് വരെ ഈ മതങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെല്ലരുത് എന്നാണ് അയാൾ പറയണത്. ശരിക്കും അയാൾ മതം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയത്, മതം ഇടപെടുന്നതിൻ്റെ ഒരു പരിധി എവിടെ വരെ ആവണം എന്നുള്ളൊരു ധാരണയാണ് അയാൾ പറയണത്. പക്ഷേ മതം എന്ന് പറഞ്ഞാൽ അതാണോ ശരിക്കും? മതത്തിൻ്റെ ഒരു സമഗ്രത എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഒരു മതത്തിന് ശരിക്കും ഏത് വരെ ഒരു മനുഷ്യൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിൽ പുതിയ ലോകത്തിന് അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മതങ്ങളുടെ ഒരു ഇടപെടലിൻ്റെ ഒരു രീതിശാസ്ത്രം എന്താണെന്നുള്ളത് അറിയാത്തതിൻ്റെ ഒരു കുഴപ്പം പല ആൾക്കാർക്കും ഉണ്ട്. അത് ചിലപ്പോൾ മനഃപൂർവ്വം ചിലത് അറിയാത്തതുപോലെ നടിക്കുന്നതും ആവാം, അല്ലെങ്കിൽ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നവും ആയിരിക്കാം. ഇതിൽ ശരിക്കും ഏത് മുതലാണ് ശരിക്കും ഇങ്ങനെ ഒരു മതം ഒരു ഇത്ര വരെ മതി, അല്ലെങ്കിൽ മതം ഒരു പ്രൈവറ്റ് ആയി മാറുന്നത് ഏത് മുതലായിരിക്കും എന്നാണ് സയ്യിദ് ഉസ്താദിന് തോന്നുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മതത്തെക്കുറിച്ച് മതത്തിൻ്റെ വിശ്വാസികൾ സംസാരിക്കുന്നതും, മതത്തിൽ വിശ്വാസം തീരെ ഇല്ലാത്തവരോ അല്ലെങ്കിൽ മതത്തിനോടൊരു പരിധി വരെ മാത്രം താല്പര്യം ഫുള്ളായിട്ട് അതിൻ്റെ ഭാഗം ഉൾക്കൊള്ളാത്തവരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾ സംസാരിക്കുന്നതും രണ്ട് രീതിയിലാണെന്നതാണ്. ഇപ്പോൾ നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തിന് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ മതത്തിൻ്റെ മൊറാലിറ്റി അനുസരിച്ചാണ് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ മതത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾ ആക്സെപ്റ്റ് ചെയ്യാത്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തെ ഒരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക സംസാരിച്ച് തുടങ്ങും. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പന്നിയിറച്ചിൻ്റെ വിഷയത്തിൽ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിം എന്നുള്ള നിലക്ക് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഇതെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്ന ഇറിറ്റേഷൻ തോന്നും. ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കും അത് എന്താണ് ഒരു പ്രശ്നമല്ല, കേസല്ലേനോ. ഇപ്പോൾ വേറെ ഈ നമ്മൾ എന്താ പറയുക പശുവിൻ്റെ വിഷയം പശു ഇറച്ചീൻ്റെ ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതായത് മതത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആളെ വിശ്വസിക്കുന്ന ആളുകൾ കേൾക്കുമ്പോൾ അതെന്ത് ചെയ്യും, പശുവിനെ കൊല്ലുക എന്നുള്ളതൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല, ഒരു പ്രശ്നമായി തോന്നാം. എന്നാൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അതൊരു ബീഫ് ഒരു ബിസിനസ്സോ ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും മൊറാലിറ്റിയെ മനസ്സിലാക്കുന്നതിൽ പോലും എന്തുണ്ട്, ഈ മതത്തിൻ്റെ ഉള്ളിൽ പുറത്തുനിന്നുള്ളൊരു സംഗതിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പൊതുവെ നമ്മൾ ഇവിടുന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ മതം എന്ന് മുതലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മതത്തെ രണ്ടായി ഉള്ളിൽ പുറത്തു നിന്നുള്ള രീതിയിലേക്കൊക്കെ കണ്ടു തുടങ്ങിയെന്നുള്ളൊരു ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിന് റെസ്പോൺസ് ചെയ്യുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ യൂറോപ്പിൽ വന്നിട്ടുള്ള റിനൈസൻസ്, അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ വന്നിട്ടുള്ള സെക്കുലറിസം കൺസെപ്റ്റുകളൊക്കെ ഇന്ത്യയിലേക്ക്, ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ സെക്കുലർ കൺട്രിയായി പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണഘടനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, മതത്തിന് ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്. മതത്തിൽ ജനങ്ങളുടെ അല്ലെ പൗരൻ്റെ പബ്ലിക്കായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നിടത്ത് എന്ത് ചെയ്യും, മതത്തിന് സ്റ്റോപ്പ് ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ ഈ മുത്തലാഖിൻ്റെ വിഷയത്തിൽ പോലും എന്ത് ചെയ്യുന്നത്, മതം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന ന്യായം എന്താണ്, എന്തുണ്ട് അത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ സംഗതി എന്തുണ്ട്, മതത്തിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് വിശ്വാസികൾ മനസ്സിലാക്കുന്നിടത്തും അല്ലാതെ മനസ്സിലാക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇസ്ലാം ഒരു സമഗ്ര മതം എന്നുള്ളതാണ് എന്ത് ചെയ്യുക വിശ്വാസി പറയുക. അപ്പോൾ എല്ലാ തലത്തിലും ഇടപെടുക എന്നുള്ളത്, അപ്പോൾ എല്ലാ തലത്തിലും അത് ഇടപെടുന്നതിൽ എന്തില്ല, വിശ്വാസിക്ക് അതൊരു പ്രശ്നമല്ല. അത് ഹിജാബ് ഇടാൻ പറയുന്നു മതം പറഞ്ഞിട്ടാണ്, അതെന്തല്ല നമ്മളെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ കാണാൻ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കിക്കാണുക എന്നുള്ളതാണ്.
എല്ലാ നിലക്കുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാത്തിലും മതം ഇടപെടുക എന്നുള്ളിടത്ത് സമഗ്രമായിട്ട് തന്നെ ഒരു മനുഷ്യനെ റൂട്ടിലാക്കുക എന്നുള്ളിടത്താണ് അതും എല്ലാ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ഓർഡർ ആക്കുക അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമല്ലല്ലോ ശരിക്കും. അതെ, എല്ലാ നിലക്കും അത് സ്ട്രക്ചർ ആവുക എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് കാണും. അത് സേഫ്റ്റി കൂടിയാണല്ലോ ശരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജയിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് അല്ലേ. ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ പുറത്തു പോകും. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾ അതിന് പുറത്താണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ട് ഗവൺമെൻറ് നടത്തുന്ന എല്ലാ റൂൾസുകളും ഇയാൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ രാജ്യം എന്ത് ചെയ്യും, ഇയാളുടെ A to Z പ്രൈവസിയിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെയാണ് ഒരു ഉദാഹരണമാണ് ഇത് പറഞ്ഞത്. മതത്തിൻ്റെ ഒരു വിശ്വാസി എന്നുള്ളവർക്ക് അയാൾ A to Z കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മതമാണെന്നും എൻ്റെ മേൽ ഈ മതത്തിന് എന്തുണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചു കൊടുക്കുന്നു എന്നും കൂടി വിശ്വസിക്കുന്നിടത്താണ് ഒരാൾ വിശ്വാസിയാകുന്നത് പോലും. ഇസ്ലാമിൽ എന്തായാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് എന്താണ്, പഠിച്ചവൻ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഹറാമാണെങ്കിൽ ഹറാമായി ഇത് ഹറാമായിട്ട് കണക്കാക്കും, നിർബന്ധമായിട്ടും ചെയ്യാനും ഞാൻ റെഡിയാണ് എന്നുള്ള ആ പൂർണ്ണ കീടങ്ങളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റ് പോലും എന്ത് ചെയ്യണത് ഉണ്ടായിത്തീരുന്നത് എന്നുള്ളതാണ്. അതിനാണ് അബ്ദ് എന്ന് പറയുന്നത് അതിനാണല്ലോ ശരിക്കും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വിശേഷണം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിശേഷണം എന്ന് പറഞ്ഞാൽ അടിമയാവുക എന്നുള്ളതായിരുന്നല്ലോ. ഇത് ഒരു വിധേയപ്പെടുക എന്നുള്ളത് ശരിക്കും ഇപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആകുന്നത് വലിയൊരു അരക്ഷിതാവസ്ഥയാണ് ശരിക്കും. ഇപ്പം നമുക്ക് ബ്രഷ് എങ്ങനെ പിടിക്കണം എന്ന് നമുക്ക് മതം പറഞ്ഞിരുന്നുണ്ട്. അത് എപ്പോൾ തേക്കണം, അത് പല്ലിൻ്റെ തന്നെ ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു A to Z കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മതം തന്നെ നമുക്ക് ഏറ്റവും സേഫായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ടാവുമായിരിക്കും. പക്ഷെ അതിൽ നമ്മൾ ഏതാ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറയാം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്ത ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാരണവശാലും തെറ്റാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ കൈമാറി വന്ന ഒരു മതത്തിനകത്ത് നിൽക്കുമ്പോൾ നമുക്കെല്ലാം ചുറ്റുള്ളതൊക്കെ സേഫാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ശരിക്ക് മതത്തിനെ കളിയാക്കിയൊക്കെ പറയുന്നൊരു പദമാണ് ടോയ്ലറ്റിൽ വരെ ഇടപെടുന്ന മതം. ടോയ്ലറ്റിലേക്ക് എങ്ങനെ കയറണം, പിന്നെ അവിടുത്തെ ക്രയവിക്രയങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ തിരിച്ചിറങ്ങണം, ഇത് മുഴുവൻ അതിൻ്റെ എല്ലാം ക്ലിയർ പിക്ചർ ഒരു വിശ്വാസിക്ക് മതം തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ടോയ്ലറ്റിൽ വരെ ഇടപെടുന്ന മതം എന്ന് പറഞ്ഞതിനെ പുച്ഛിക്കുകയോ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്ക് അതുപോലും നമുക്ക് ചിന്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പറ്റിയാൽ പോലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള വലിയൊരു സുരക്ഷിതത്വം വിശ്വാസിക്ക് ശരിക്കും എല്ലാ വിഷയത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ കൈമാറ്റങ്ങൾക്ക് നമുക്കിപ്പം ഏറ്റവും നല്ലൊരു മാതൃക ഉണ്ടല്ലോ, അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും തെറ്റാൻ സാധ്യതയില്ല എന്ന് സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യപ്പെടുത്തി തന്ന ഒരു മാതൃകയെ നമുക്ക് മുൻനിർത്തി തന്ന് അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല ശരിക്കും. അത് ഏറ്റവും പാവനമായ ഒരു ശൃംഖലയിലൂടെ കൈമാറി വന്നു എന്നുള്ളതും കൂടിയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അത് റസൂലുള്ളാഹി ഇങ്ങനെ കൈമാറി പോരുക എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ തന്നെ ഒരു അറിവിൻ്റെ കൈമാറ്റത്തിനെ പറ്റി കൂടി നമ്മൾ നോക്കുമ്പോൾ ഞാൻ കൈമാറ്റം നോക്കുന്ന സമയത്ത് കൈമാറ്റം ചെയ്യുന്നിടത്തുള്ള ഒരു ക്ലാരിറ്റി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് പറഞ്ഞതിൻ്റെ. അപ്പോൾ പഴയൊരു കഥ ഇങ്ങനെ ഓർമ്മ വരികയാണ്. കഥയിലുള്ളത് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് വരികയാണ്, ഫസ്റ്റ് ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നല്ല അച്ചടക്കമുള്ള നന്നായിട്ട് പഠിക്കുന്ന നല്ല ബുദ്ധിശക്തിയൊക്കെ ഉള്ള ആളാണ്, ഞാൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നല്ല അടക്കത്തോടു കൂടി നിന്നാൽ ഞാൻ എത്ര കാലം കൊണ്ട് ഗുരു പഠിപ്പിച്ച് എന്നെ ഒരു പാകപ്പെടുത്തി തരും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അനുസരണയോട് കൂടി നിന്നാൽ എന്നെ പൂർത്തിയാക്കി തരാൻ പറ്റും. പക്ഷെ ഇവന് എന്താകുന്നില്ല, തൃപ്തിയാകുന്നില്ല. 10 വർഷമൊന്നും കാത്തിക്കാനുള്ളൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പം കുറച്ചിങ്ങനെ പുറത്തോടൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ട് പിന്നെയും ഗുരുവിൻ്റെ ആ ഇതിലേക്ക് എത്തിയിട്ട് ആശ്രമത്തിലേക്ക് എത്തിയിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ഞാൻ തീരെ മനസ്സമാധാനം ഇല്ലാണ്ട് ചോദിക്കുന്നത്, ഞാൻ ഇനി എത്ര കാലം വേണ്ടി വരും, ഞാൻ കൂടുതൽ എന്ത് ചെയ്യാം സമയം ചിലവഴിക്കാം, വേറെ ഒന്നിലേക്കും പോവില്ല, ഞാൻ ഫുൾ ടൈം ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് ഞാൻ കൂടെ നിൽക്കാം
ഞാൻ അത്രയും പിന്നെ വേറെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പിന്നെ സമയം കുറഞ്ഞു കിട്ടുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അപ്പം ഞാൻ എത്രത്തോളം നിന്നാൽ എനിക്ക് റെഡിയാക്കാൻ പറ്റും, എത്ര സമയം കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ 10 അല്ല, ഇനി 15 or 20 വർഷം നീ കൂടെ നിൽക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിലേ പാകപ്പെടാൻ പറ്റുമെന്ന്. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഒന്നുകൂടി നന്നാവാന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഗുരു ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, നിൻ്റെ ഈ ഒരു മനസ്സ് തന്നെ, ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ഏകാഗ്രത നഷ്ടപ്പെട്ട ഒരു മനസ്സുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ വിധേയപ്പെടാനുള്ളൊരു മനസ്സ് ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് കൂടുതൽ സമയം വേണ്ടി വരും എന്ന് പറയണം. അപ്പം കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് കൂടുതൽ സമയം, സമഗ്രാർത്ഥത്തിൽ തന്നെ അത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് പോകുന്നിടത്താണ് അങ്ങനെ പിന്നെ ഇൽമ്, ദീനെന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ ഒരു കൈമാറ്റം നടക്കുക എന്നുള്ളതാണ്. ആ ഒരു കൈമാറ്റത്തിൻ്റെ വഴിയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തുന്നിടത്ത് തന്നെ ഈ ഒരു കാലം മൊത്തം ഇങ്ങനെ ദീനിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട്, കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടാണ് നമ്മളിലേക്കൊക്കെ ഇങ്ങനെ ദീനിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ എത്തി. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ചുറ്റുപാടിൽ നോക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്, വ്യത്യസ്ത രൂപത്തിലുള്ളത്. അതിൽ നമ്മളൊരു ദർസി സംവിധാനം ഉണ്ട്, ദേവാ സംവിധാനങ്ങളൊക്കെ ഈ ഒരു കൈമാറ്റത്തിൽ വരുന്ന ഒരു രൂപമാണ്. ഒരു ഗുരു, ഒരു ഉസ്താദ്, പിന്നെ ഒരു മുമ്പ് കണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള മോഡേൺ വിദ്യാഭ്യാസ സമ്പ്രദായവും അല്ലെങ്കിൽ പഴയ കാലത്തെ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു മാറ്റം കണ്ടത് ഓർമ്മയുള്ളത്. പിന്നെ ഗുരുകുല സമ്പ്രദായം ഒരു ശിഷ്യനെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സംവിധാനം, നമ്മളെ ദർസ് സംവിധാനമൊക്കെ പോലെയുള്ള ഒരു രൂപത്തിൽ അങ്ങനെയാണല്ലോ. മോഡേൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ കൃത്യമായി സമയം നിശ്ചയിച്ച്, പഠിക്കാനുള്ള ഏരിയ നിശ്ചയിച്ച്, രാവിലെ വന്ന് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കാലയളവിൽ മാത്രം ഇങ്ങനെ പൂർത്തിയായി പോകുന്ന ഒരു രൂപമാണ് ഉള്ളത്. പക്ഷേ നമ്മളൊരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ടിൻ്റെയും ഒരു സമന്വയം അവിടെ നടക്കുന്നുണ്ട്. ഒരു ഗുരുകുല സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ദർസി സമ്പ്രദായമാണെങ്കിലും ദേവാ സംവിധാനമാണെങ്കിലും ഒക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചേർഡാണ്, ഒരു പിന്നെ ഒരു അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുരു ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതിൻ്റെ കാഴ്ച എപ്പോഴും ഗുരുവിനെ കാണുക. നേരത്തെ പറഞ്ഞ അനുധാവനം എന്നാണല്ലോ പറഞ്ഞത്, ആ സാധനം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇപ്പോൾ ഒരു ഗുരുവിനെ കണ്ട് പഠിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കമാറ ഇത്തുമൂനി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിസ്കരിക്കേണ്ടത് എങ്ങനെ, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കൂ എന്നാണല്ലോ പറയണത്. അപ്പോൾ ഇത് ഈ കാണുക, കൂടെ നിൽക്കുക, ഈ സാമീപ്യം, പ്രോക്സിമിറ്റി എന്ന സാധനത്തിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഒരു കൂടെ നിന്ന് കാര്യങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു സിസ്റ്റം നിലവിലെ എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷനകത്ത് ആ സാധനം എത്രമാത്രം ഫലവത്താണ് അല്ലെങ്കിൽ നിലവിലുണ്ട് എന്നുള്ളത് വേറെ ആലോചിക്കേണ്ട കാര്യമാണ്. പലരും പല സമയങ്ങളിലും പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഇപ്പം അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ തന്നെ ഈ ഒരു സമയത്ത് ഈ ചർച്ച ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 മാസമോ 2 ആഴ്ചയോ എങ്ങാനും അക്കാഡമിക്സ് ഇല്ല, പുസ്തകങ്ങളും പഠനവും ഇല്ലാതെ അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക, അവർക്ക് കുറച്ച് കൾച്ചറൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു ആശയം കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചർച്ച വരികയും കഴിഞ്ഞ വർഷം അത് അപ്ലൈ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാധനം എല്ലാവർക്കും വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സാധനമാണ്. സ്കൂളിംഗ് വിത്തൗട്ട് ബാഗ് അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഈയിടെ ഇങ്ങനെ ടൗണിലൂടെ വരുന്ന സമയത്തും ഒരു ഫ്ലെക്സ് ഉണ്ട്, ഒരു സ്കൂളിൻ്റെ ഫ്ലെക്സാണ്. മക്കൾ വീട്ടിലേക്ക് പുസ്തകം കൊണ്ടുവരില്ല, അതാണ് അവരുടെ ഓഫർ. അങ്ങോട്ടേക്ക് ഇനിയില്ല. അപ്പോൾ കൂടുതൽ പേരൻസിന് ടെൻഷൻ വേണ്ട, കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും. ഇതാണ് പോലെയുടെ ഒരു സാധനം. ഇനി ടെൻഷൻ ഇല്ല, അറ്റൻഷൻ, അങ്ങനത്തെ ഒരു ക്യാപ്ഷനിലാണ് സാധനം കണ്ടത്. ഇതിൽ വളരെ, അത് ആരാണ് പറഞ്ഞത് എന്നറിയില്ല, വളരെ രസകരമായ വേറൊരു വാക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് അധ്യാപകൻ എഴുതുമ്പോൾ ദയയുടെ ദായും ധനത്തിൻ്റെ ദായും ഉണ്ടായിരുന്നു. ദയയും ധനവും കൂടി കൂടിയതായിരുന്നു ശരിക്കും അധ്യാപകൻ. പക്ഷേ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും പരിഷ്കരണങ്ങൾ വന്നത് മാതിരി ഭാഷയിലും ഈ പരിഷ്കരണം വന്ന സമയത്ത് ഇപ്പോൾ ധനത്തിൻ്റെ ദാ മാത്രമേ ഉള്ളൂ. അത് മെറ്റഫറിക്കലായിട്ട് പറയുന്ന ഒരു സാധനമാണെങ്കിലും ദയയുടെ ഒരു ദാ നഷ്ടപ്പെട്ടു പോയോ, ധനത്തിൻ്റെ ദാ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ള ഒരു സാധനം. അധ്യായം ശരിക്കും അധ്യായം പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ ശരിക്കും പാഠം പഠിക്കുന്നു പറയണത് ആ സെൻസ്, മറ്റേ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു അധ്യാപകൻ ചെയ്യേണ്ട പണി. ഇത് പറഞ്ഞപ്പോഴേ, അതായത് ഒരു മോഡേൺ നേഷൻ ആയ ശേഷം എക്കണോമിയിലേക്ക്
ഈ പൗരന്മാരെ മുഴുവനും എന്ത് ചെയ്യുക, അവരെ സ്കില്ലുകൾ മുഴുവനും ഊറ്റിയെടുത്ത് അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനത്തിൻ്റെ പർപ്പസ് തന്നെ. അതന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സിലബസ് നോക്കി കൂട്ടുക കുറക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ജോബ് ഓറിയൻറ്റഡ് എന്തിനാണ് ചെയ്യുന്നത്? ഒരു 10-12 +2 കഴിഞ്ഞാൽ തന്നെ ആ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിയിലേക്ക് എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മളെ പറയുന്ന പേര് പോലും ഹ്യൂമൻ റിസോഴ്സ് എന്നാണ്. ഹ്യൂമൻ എന്ത് ചെയ്യുക, ഗവൺമെൻറ് ഇതിലേക്ക് എക്കണോമിക് റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റാണല്ലോ. ഇസ്ലാമിൽ ശരിക്ക് ഒരു വ്യക്തിയെ എങ്ങനെയാണ് കാണുന്നത്, വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കുന്നത് എന്തിനാണ്, അത് എന്ന് വെച്ചാൽ അവനെ മനുഷ്യനാക്കി തീർക്കുക എന്നുള്ള കൺസെപ്റ്റ് എന്നാണ്. ഈ മനുഷ്യത്വം, അതായത് സഹജീവികളോട് ഒക്കെ കരുണയുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകളും ആ കാര്യം അള്ളാഹുവിൻ്റെ അതിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് കുറേ കാര്യം. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി സഹജീവികൾക്കും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇവൻ്റെ ജീവിതം എന്ത് ചെയ്യണം, മാറിത്തീരണമെങ്കിൽ ഇവനക്ക് എന്ത് ചെയ്യണം, അറിവ് വേണം. ആ അറിവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏത് തരത്തിലുള്ള അറിവാണ് വേണ്ടത്? അവനക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പക ഉണ്ടാകാൻ പാടില്ല, അവനക്ക് അസൂയയോ കുശുമ്പോ ഉണ്ടാകാൻ പാടില്ല, സഹജീവികളുടെ കരുണയും സ്നേഹവും സഹതാപവും വേണം. ഈ രീതി അയൽവാസിയെ സ്നേഹിക്കുന്നവനായിരിക്കണം, സഹായിക്കുന്നവനായിരിക്കണം. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് ഇസ്ലാമിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണത്, പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ്. അതിൽ ശരിക്കും ഇപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഒരു വളരെ വിഖ്യാതമായ ഒരു ബൈത്ത്, ഒരു പഠിതാവിന് വേണ്ട 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, ദക്കാഉം വഹിർസും വജ്തിഹാദും വബുൽഗത്തു. അതിൻ്റെ അടുത്തൊരു പാട്ട് ഇർഷാദു ഉസ്താദിൻ വ തൂലു സമാനി എന്നാണ്. ബുദ്ധി വേണം, പിന്നെ ആഗ്രഹം വേണം, അതേപോലെ തന്നെ ഹിർസ്, ഇജ്തിഹാദ് പരിശ്രമിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം, ബുൽഗത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രയാസമാണല്ലോ. അടുത്തത് ഇർഷാദ് ഉസ്താദിൻ തോലു സമാനി. നേരത്തെ യാസിൻ പറഞ്ഞ ആ കുറഞ്ഞ കാലം കൊണ്ട് എന്നുള്ള ആ ഒരു സാധനത്തിനെ പൊളിക്കുന്നൊരു സാധനമാണിത്. തോലു സമാനി, കുറേ കാലം പഠിക്കാൻ തയ്യാറാവണം, എന്നാലേ ആ സാധനം കിട്ടുള്ളൂ. അതിൽ 5ാമത് പറഞ്ഞ സാധനം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ്, ഇർഷാദ് ഉസ്താദിൻ എന്നാണ്. ഒരു ഉസ്താദിൻ്റെ ഇർഷാദ്, ഒരു ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം. അപ്പോൾ ഒരു ഗുരു, ടീച്ചർ എന്ന് പറയുന്നത് ഒരു മുർഷിദായിരിക്കണം. നമുക്ക് എല്ലാ വിഷയത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മേഖലയിലും ഇടപെടുന്ന മതം നമുക്കൊരു സേഫ്റ്റിയാണെന്ന് പറയുന്നത് മാതിരി നമുക്ക് എല്ലാ മേഖലയും നമുക്ക് സേഫാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ തരുന്ന, നമ്മളുടെ എല്ലാ വീഴ്ചകളും കണ്ട് മനസ്സിലാക്കി ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ഗുരു നമ്മളുടെ ഒരു മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് ശരിക്ക് നമ്മളുടെ ഒരു ഈ പറഞ്ഞ ജ്ഞാന കൈമാറ്റത്തിൻ്റെ ഒരു നമ്മളുടെ നിലവിൽ നമ്മൾ പിൻപറ്റി പോരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ വലിയൊരു മെച്ചാണ്, ഒരു ഗുണമാണത്. ആ ഒരു സാധനം ശരിക്കും നമുക്ക് നിലവിൽ നമ്മളുടെ സിസ്റ്റങ്ങളിലൊക്കെ അത് ഉണ്ടെങ്കിലും പല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി അത് ലാക്ക് ചെയ്യുന്നുണ്ട്, നിലവിലത് കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു മതം ഒരു വ്യക്തിയെ ഒരു മനുഷ്യത്തുള്ള ആളാക്കിയത് കൊണ്ട് ആക്ച്വലി എന്താ ഗുണമുള്ളത്? അങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് രസകരം വെച്ചാൽ, നിങ്ങളൊരു മനുഷ്യനായി തീർന്നാൽ എന്ത് ഗുണമാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക്? അപ്പോൾ എൻ്റെ ഒരു തോന്നൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, മതത്തിന് വലിയൊരു കൺസെപ്റ്റാണ്. അതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ മതത്തിലുണ്ടാവും എന്നുള്ളതാണ്. അവിടെ ഇന്ത്യയിലുണ്ടാവും, പാകിസ്ഥാനിലുണ്ടാകും, ബംഗ്ലാദേശിലുണ്ടാവും, ചൈനയിലുണ്ടാവും, എല്ലായിടത്തും അതിൻ്റെ മതത്തിൻ്റെ ആളുകളുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, മുസ്ലിമായ ഒരു വ്യക്തിയല്ല, ഒരു വലിയൊരു സമൂഹത്തെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ റൂളിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹറാം എല്ലാവർക്കും ഹറാമാണ്, ഹലാൽ എല്ലാവർക്കും ഹലാലാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഒന്നാണ്. അവിടെ എന്തില്ല അപ്പോൾ ഇതെന്ത് വിഷയം വെച്ചാൽ അവിടെ ഒരു ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ ആവശ്യം പോലും ചില സമയത്ത് എന്തെങ്കിലും ഇടപെടേണ്ടി വരില്ല. ചില വിഷയങ്ങളിൽ സെൽഫ് കൺട്രോൾ ആവാൻ എന്ത് ചെയ്യും ഈ സമൂഹത്തിന് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എലാബറേഷനും കൂടി നൽകാം. ഇസ്ലാം വന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്, വ്യക്തികൾ സ്വന്തം നിലക്ക് എന്ത് ചെയ്യുക, ഒരു മാതൃകയാകുക, അല്ലെങ്കിൽ സ്വന്തം നിലക്ക് സെൽഫ് കൺട്രോളായിട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭരണകൂടത്തിൻ്റെ ഇൻകേസ് ഭരണകൂടം ഉണ്ട്, പക്ഷേ ഭരണകൂടത്തിൻ്റെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആവശ്യം എല്ലാ വിഷയങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യൻ സെൽഫായി നിങ്ങൾ കക്കൂല, ഹറാമാണ്, കക്കാൻ പാടില്ല നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, രാജ്യത്ത് കളവ് നടക്കുന്നില്ല.
പോലീസിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. പോലീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഒരു അതാണ് അപ്പോൾ ഭരണകൂടത്തിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മതത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സമൂഹത്തിൽ സമാധാനം നിലനിർത്താനും ഇതിനൊക്കെ കഴിയുന്നുള്ളതാണ് എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ അലാബറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം, അതായത് അത് കൂടുതൽ സമയം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് എന്തിനാണ്? കൂടുതൽ ഇസ്ലാമിൽ ആണ് ശരിക്കും നമ്മൾ സംസാരിക്കുന്ന രീതി വെച്ചിട്ട് ഇസ്ലാമിക ഗുരുകുല സംവിധാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാരമ്പര്യമായിട്ട് തന്നെ കണ്ടുവരുന്ന ഒന്നാണ് കൂടുതൽ സമയം എന്ത് ചെയ്യുക, ഗുരുവിൻ്റെ അടുത്ത് ചിലവഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് ആക്ച്വലി എന്താണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഒരു ആലിം എന്നുള്ളത് ഇസ്ലാമിൽ ആലിം എന്നാണ് എന്ത് ചെയ്യുക, പണ്ഡിതൻക്ക് പറയാം. അപ്പോൾ ഇൽമ് എന്നുള്ളത്, ആ അറിവ് എന്നുള്ള സംഗതി ഉണ്ടാവൽ കൊണ്ട് മാത്രമല്ല എന്തില്ല പണ്ഡിതനാവില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ഈ ആലിം എന്നുള്ളത് നമ്മൾ പറയും ഇസ്മു ഫായിലാണ്, അതായത് അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ആലിം എന്ന് പറയുക, പണ്ഡിതൻ എന്ന് പറയുക. ഇപ്പോൾ ഇൽമുണ്ടായത് കൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതനാവുന്നില്ല, അയാൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അയാൾ പണ്ഡിതൻ എന്ന് ഒരാൾ പറയുള്ളൂ. ഇസ്ലാമിൽ സാമൂഹിക അംഗീകാരം കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഇൽമുണ്ടായിരിക്കും, അയാൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കുന്ന ഒരാളും കൂടി ആയിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആലിമീങ്ങൾ നേതാക്കന്മാരായി വരുന്നത് എന്തുകൊണ്ടാണ്? അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടും കൂടിയാണല്ലോ. ഇപ്പം നബി തങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ദുആകളിലൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്നാണ്. ഉപകരിക്കാത്ത അറിവ് ഇവിടെ കുറേ ഉണ്ട്, ആ സാധനങ്ങളിൽ നിന്ന് എനിക്ക് നീ കാവൽ തരണേന്നാണ്. ഈ ഉപകാരപ്പെടുന്നതേ എനിക്ക് കിട്ടാവൂ, അല്ലാത്ത കുറേ സാധനങ്ങൾ. ഇപ്പം നിലവിലെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നോക്കിയാൽ കൂടുതൽ ഡിജിറ്റൽ നോയ്സാണ്, അനാവശ്യമായ ഗോസിപ്സ്, അതേപോലെ പിന്നെ ഒരു ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും, ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു റിസൾട്ട്, ആ റിസൾട്ട് ശരിക്കും കിട്ടിയാൽ മതി നമുക്ക്. അതിലേക്ക് എത്തുന്ന ചർച്ച മുഴുവൻ വാർത്തയാണ്. ഇയാൾ എന്ത് പറഞ്ഞു, മറ്റേയാൾ എന്തിടപെട്ടു, ഇങ്ങനെയായി, ഇങ്ങനെ. ശരിക്കും ഇതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് അറിയേണ്ടേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ചില ചർച്ചകളെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ടാവും. ഇപ്പോൾ ഫോമോ എന്ന് പറയും, ഇപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊരു പേടി ആൾക്കാർക്ക്. ഇപ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ആ ചർച്ച ഞാനത് അറിഞ്ഞില്ലല്ലോ, ഒരു പേടി. ആ ഒരു സാധനം ഞാനത് അറിയാതെ പോയാലോ. എന്തിനാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അതിന് വേറെ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അല്ല അത് അറിയാതെ പോയാലോ, ഇതറിയാതെ പോയാലോ. അപ്പോൾ അതിന് എല്ലാ യൂട്യൂബ് ചാനലും കാണുക, എല്ലാ ചാനലും റെഫർ ചെയ്യുക, ഇങ്ങനത്തെ ഒരു സ്വഭാവം. അത് ശരിക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സാധനം, ഇൻഫോർമേഷൻ, ഒരു വിവരം എന്നതിനപ്പുറം ഒരു വിസ്ഡത്തിലേക്ക് മാറുന്നത്, വെറുതെ കുറേ വിവരം എന്നതിൽ നിന്ന് മാറി അത് അറിവാകുന്നത് ശരിക്കും ഇസ്ലാമിൽ എപ്പോഴും അത് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു പരിവർത്തനപ്പെടുമ്പോൾ മാത്രമാണ്. ആ സാധനത്തിന് ഈ ഇൽമിനെ, അത് ജീവിതത്തിൽ സ്വായത്തമാക്കിയ സാധനത്തിനെ ജീവിക്കുന്ന ഒരു അറിവായി മാറുന്ന ആളുകളെയാണ് നമ്മളെപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ആലിം എന്നുള്ളത്. അതുകൊണ്ട് കൂടിയാണ് അവരെ നമ്മളുടെ എപ്പോഴും നേതാക്കളായി നിൽക്കുന്നതും. ഈ ഇൽമ് എന്നുള്ള ആ ഒരു സവിശേഷത അവരിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ അനുധാവനം ചെയ്യുന്നതും. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാധനം ഓർഡറിൽ ഇതിങ്ങനെ പാസ്സായി വന്ന ഒരു സാധനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വിശ്വസ്തരായ, ഏറ്റവും സേഫ്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ആ ഒരു സുരക്ഷിതത്വം ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരെ പിൻപറ്റുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവരെ വായിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു തണലാണ് നമുക്ക് എപ്പോഴും സേഫ്റ്റി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നേരത്തെ യാസിൻ പറഞ്ഞ പോലെ, അതായത് കൂടുതൽ സമയമെടുത്ത് പഠിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കോളേജ് സിസ്റ്റത്തിൻ്റെ നമ്മൾ പറഞ്ഞു, അതായത് എങ്ങനെയാണ് അത് വ്യത്യസ്തമാകണം എന്നുള്ളത്. നമ്മളെന്ത് ചെയ്യുന്നു, രാവിലെ കോളേജിൽ പോകുന്നു, വൈകുന്നേരം നാട്ടിലെത്തുന്നു, പിന്നെന്തില്ല, ആ വേറെ ടച്ചുകളൊന്നുമില്ല, നമ്മളെ ലൈഫ് അങ്ങനെ പോകുന്നു. ഇസ്ലാമിലെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പഠനം അല്ല ഇസ്ലാമിൻ്റെത്. അത് ആ മതം എന്നുള്ള സംഗതി ആക്ച്വലി കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലും ഈ പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ ഈ ഗുരു എന്നുള്ള കൺസെപ്റ്റ് ശരിക്ക് ഒരു ഗുരുവിന് വേണ്ട സാഹചര്യം വരുന്നത് പോലും ഈ പ്രാക്ടിക്കൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്, നിങ്ങൾക്ക് കിതാബും വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സാധനം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ ഇപ്പോൾ ഖുർആൻ തഫ്സീർ എന്ത് ചെയ്യുന്നു, ഒരു ഉസ്താദ് ഇരുന്നിട്ട് A to Z എന്ത് ചെയ്യുന്നു, അത് വായിക്കുന്നു, അർത്ഥം പറയുന്നു, വിശദീകരണം പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തഫ്സീർ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കാവുന്നതാണ്. അതിന് സംശയങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉസ്താദ് നമ്പർ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു എന്താണെന്നുള്ളത് അതിൻ്റെ സത്ത എന്നുള്ളൊരു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. ആ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലായിട്ട് തന്നെ എന്ത് ചെയ്യണം, കിട്ടിപ്പോരണം. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം പോലെ അല്ലേ ഇത്. അപ്പോൾ നമ്മൾ ദർസിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഉസ്താദ് ഉണ്ടാവും.
ഈ ദർസിൽ പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ താമസിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ സിസ്റ്റത്തിനും റെസിഡൻഷ്യൽ എന്നുള്ള സാധനം താമസിച്ച് പഠിക്കുന്നത്. എന്തിനാണ് താമസിച്ച് പഠിക്കുന്നത്? നമ്മൾ താമസിച്ച് പഠിക്കേണ്ട പ്രത്യേകം വെച്ചാൽ ആ ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫത്വൽ മൊയ്നാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് ഓതുന്നു, ഒതു ചെയ്യേണ്ട രീതികൾ അല്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലി നിസ്കരിച്ച് പഠിപ്പിക്കുക. അങ്ങനത്തെ ഈ ടൈം എടുക്കുമ്പോഴേ ഈ പ്രാക്ടീസ് എന്നുള്ള സാധനം നമ്മൾ തന്നെ എന്ത് ചെയ്യുള്ളൂ, അതിന് പ്രാക്ടിക്കലി വന്നുകൊള്ളും. അപ്പോൾ ഈ പ്രാക്ടിക്കലി വരുമ്പോൾ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കണമെന്നും കൂടിയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർമ്മശാസ്ത്രം പഠിക്കുക അല്ലെങ്കിൽ നിസ്കാരം അങ്ങനത്തെ കുറച്ച് സംഗതികൾ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളവിടെ നിൽക്കുന്നത്. അത് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ ഉസ്താദ് ഇടപെടുന്ന രീതികൾ, ഈബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക, അത് ഏഷണി പരദൂഷണം പറയുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കളവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ആളെ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതും കൂടി ഈ കുറേ കാലം എന്ത് ചെയ്യുമ്പോഴാണ്, ഒപ്പം കൂടെ ഉള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ശരിക്കും ആവശ്യം വരുന്നത് എവിടെയാണ്, ഈ പ്രാക്ടിക്കലി നമ്മളെ മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ നസീഹത്ത് എന്നുള്ള സാധനത്തിന് വളരെ അങ്ങേയറ്റം പ്രസക്തി എന്ത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഫിഖ് മാത്രമല്ല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഈങ്ങപ്പുഴ ദാറുൽ ഹിദായിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ഉസ്താദായിരുന്നു ഡോക്ടർ മുഹമ്മദ് അസ്ഹരി. ഉസ്താദിൻ്റെ ഒരു കുട്ടിയുടെയോ മറ്റോ സ്വർണം കാണാതായി ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് സ്വർണം പോയി, അപ്പോൾ കാണുന്നില്ല. ഉമ്മയൊക്കെ ഭയങ്കര ബേജാറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉസ്താദും നോക്കലൊക്കെ നോക്കി. പക്ഷെ ആ ഒരു ഉമ്മാൻ്റെ ഇവരുടെയൊക്കെ ആ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ബേജാറുണ്ട്. അപ്പോൾ ഉസ്താദിന് പ്രത്യക്ഷത്തിൽ ബേജാറൊന്നുമില്ല. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, പിന്നെന്താ എനിക്കെന്താ ബേജാറില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉസ്താദ് എന്നോട് ഒരു ഉപദേശം പോലെ പറഞ്ഞു തരാണ്, ഞാനിപ്പോൾ ബേജാറായാലും അത് കിട്ടുമോ? ഇല്ല, ഞാൻ നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം. ഞാനത് നോക്കി. ഞാൻ ഇപ്പോൾ ബേജാറായി എന്ന് വിചാരിച്ചത് കിട്ടൂല. ഞാൻ ബേജാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് കിട്ടാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുകയില്ല. ഈ സാധനം ഞാനിതിപ്പോൾ ഏകദേശം 10 വർഷം മുമ്പുള്ളൊരു സംഗതിയാണ്. എനിക്ക് ഇപ്പോഴും ഒരു സാധനം കാണാതാവുമ്പോൾ ഈ സാധനം ഓർമ്മ വരും. എനിക്ക് അത് എവിടെയോ ഒന്ന് അത് കിടക്കുന്നുണ്ട്. ആ സാധനം ഇപ്പോൾ ഈ കഥ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. വീട്ടിൽ നിന്ന് തന്നെ ചില സാധനങ്ങളൊക്കെ, ഇപ്പം വൈഫ് പ്രസവിച്ചു കുറച്ച് മുമ്പ്, ഒരു 2 മാസമായി. അപ്പോൾ അവൾ അതേപോലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ പുറത്തിരിക്കുന്നുണ്ട്. റമദാനിലായിരുന്നു. അപ്പം ഞാനവിടുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ എഴുതുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എനിക്ക് സമാധാനം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചത് ചോദ്യമായിരുന്നു, എനിക്ക് ബേജാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബേജാറൊന്നുമില്ലേ, ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ സാധനം തന്നെ അവിടെ അടിച്ചു. ഞാൻ ഇപ്പോൾ ബേജാറായി എന്ന് വിചാരിച്ച കാര്യം വേഗം നടക്കൂല. ഞാൻ ബേജാറായില്ല എന്നുള്ളത് കൊണ്ട് വിഷയം നടക്കാതാവുകയില്ല. അപ്പം ഈ ഒരു സമാധാനം, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു എനർജി, കോൺഫിഡൻസ്, ഈ സാധനം എനിക്ക് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇപ്പോഴും എനിക്കത് പറയാൻ അതേ ഒരു രൂപത്തിൽ അത് ഓർമ്മ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഈ ഒരു സഹവാസത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ ഉസ്താദ് ചിലപ്പോൾ അതിനെ ഉപദേശിച്ചതോ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും ഒരു ബേജാറാകുന്നത് കണ്ടിട്ടോ മറ്റോ എന്നെ ഒന്ന് പേഴ്സണലി ഉപദേശിച്ചത് തന്നെ ആവാം ആ അനുഭവം പറഞ്ഞു തന്നത്. അത് ആ ഒരു ഉപദേശം എന്നിൽ വർക്കാവുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാം. ഒരു ഉപദേശം ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഇസ്ലാമിക ഒരു ചുറ്റുപാടിൽ ഗുരു എന്നുള്ളത് നമ്മളെക്കാൾ സീനിയർ ആയിരിക്കും പൊതുവെ. അപ്പോൾ ഗുരുവ് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുമ്പോഴും ഗുരുവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരു മാത്രം പോരാ, അതിനൊരു സുഹൃത്ത് വേണമെന്നുള്ളത് ഇസ്ലാമിലെ വലിയൊരു കൺസെപ്റ്റാണ്. ഒരു നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് എപ്പോഴും എന്താണ്, ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യന് നല്ല രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ, അയാൾ വ്യക്തിത്വം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എന്തുണ്ട് കാണാറുണ്ട്. അതായത് നമ്മൾ പറയുന്നത് റഫീഖു സുമ്മത്തൊരീഖു എന്നാണ് പറയൽ. അതായത് നല്ലൊരു സുഹൃത്ത് ഉണ്ടാകുക, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് നമുക്കൊരു ഒരു വഴിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള സംഗതി പറയും. അപ്പോൾ ഈ സുഹൃത്ത് ഇല്ലാത്ത ഒരാളെന്താ ചെയ്യുക? എല്ലാവർക്കും നല്ല സുഹൃത്തിനെ കിട്ടണം എന്നില്ല. നല്ല സുഹൃത്തിനെ കിട്ടിയവരൊക്കെ എന്ത് ചെയ്യും, അതായത് തെറ്റുകളിൽ നിന്ന് അവന് പോകും. അപ്പോൾ അവൻ്റെ സഹവാസം കൊണ്ട് എന്ത് ചെയ്യും, അതായത് ഒരു സുഹൃത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെക്കാൾ നന്മയിൽ ഒരു പടി മുന്നിലുള്ള ആളെയാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, സുഹൃത്തെ തിരഞ്ഞെടുക്കേണ്ടത് എന്നും കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സുഹൃത്ത് നമ്മളെ കൊണ്ട് കേടുവരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെക്കാട്ടി മുന്നിലുള്ള ഒരു നന്മ ചെയ്യുന്ന ഒരാളെ നമ്മൾ സുഹൃത്തായി കൂടിക്കഴിഞ്ഞാൽ
എന്ത് ചെയ്യും നമ്മൾ ഉസ്താദ്മാരിൽ കിട്ടിപ്പോന്നിട്ടുള്ള ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഗതി ഇസ്ലാമിയായിട്ടുള്ള ഒരു വിജ്ഞാനം കൈമാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒരു സംഗതി പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കമ്പാനിയന് ഒരു നല്ല സുഹൃത്ത് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഇസ്ലാമിക് സെൽഫ് ഹെൽപ്പ് ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രസക്തി മനസ്സിലാകുന്നത് അവിടെയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹക്കീം ഉസ്താദിൻ്റെ ഹൃദയഭാഷ എന്നുള്ള പുസ്തകം, ആ പുസ്തകത്തിൽ ഒരുപാട് എന്തുണ്ട്, ഈ നമ്മുടെ ജീവിതം ഒരു വിശ്വാസി എങ്ങനെയാണ് അവിടെ വിശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് ലൈഫിൽ ടൈം മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നൊരു ഗുണം. നല്ലൊരു സുഹൃത്തില്ലാത്ത ഒരാൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു കമ്പാനിയാനാവാൻ ഈ പുസ്തകത്തിന് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് തന്നെ അങ്ങനെയാണല്ലോ, ഹൃദയഭാഷ്യം ആത്മാനുഭൂതിയുടെ ആഖ്യാനം എന്നാണല്ലോ. അതാ ഒരു അനുഭവത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു പേര് പോലെയാണ്. ഒരു മനുഷ്യന് അടുത്തൊരാൾക്ക് ഒരു വേണമെങ്കിൽ വിജയിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ എന്നായിട്ട് ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയൊരു പുസ്തകമാണ് ശരിക്കും അത്. അല്ല, ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയിൽ എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു സംക്ഷിപ്തം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ ആ പുസ്തകത്തിനെ കാണാൻ പറ്റും. ശരിക്കും അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദ് ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ്. കുറച്ച് ഉപദേശങ്ങൾ, 33 ഉപദേശങ്ങളുടെ ഒരു സമാഹാരമാണ്. പക്ഷെ അതേ സമയത്ത് അത് ഈ പറഞ്ഞ പോലെ സമഗ്രമായിട്ട് ജീവിതം കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് പിന്നെ കൊണ്ടുവെക്കാവുന്ന ഒരു പുസ്തകമാണ്. നമ്മളെ പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നമ്മളിങ്ങനെ അറിയാതെ പാകപ്പെടുത്തുന്ന ഓരോ വാക്കിലും നമ്മളെങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു തുടർച്ച. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു എന്താണ് ഗിഫ്റ്റ് എന്നോ ആ നിലക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം കൂടിയായിട്ടാണ് അതിനെ ഫീൽ ചെയ്യുന്നത്. അത് അല്ലാത്തൊരാൾ വായിക്കും, അത് പിന്നെ ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് അങ്ങനെ ഒരു സാധനം കാണാം, ഗുരു ഉസ്താദ് കൊടുത്തെന്നുള്ളത്. അല്ലാത്തൊരാൾ വായിക്കുന്നിടത്തും അത് ഉപകാരപ്പെടുന്നു എന്നുള്ള ഒരു സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിൽ വരുന്നത്. നിലവിൽ പിന്നെ വേൾഡ് വൈഡ് തന്നെ നോക്കുന്ന സമയത്ത് വളരെ സജീവമായിട്ട് സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പിന്നെ അതിവേഗം മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുക, ഡിപ്രസ്ഡ് ആവുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ ആകെ ഡൗൺ ആയി പോവുക. അങ്ങനത്തെ ഒരു സമയത്തിന് ആത്മവിശ്വാസം കിട്ടുന്ന വാക്കുകൾ എന്തെങ്കിലും ഒരു വരി, ഇപ്പം ഒരുപാട് ഇപ്പം ഒരു ഡൗട്ട് ഒരു സ്വാഭാവികമായിട്ടും ഇത്രയും ചില കണ്ടൻറ്റുകളൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നതായിരിക്കും. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിലെ വരികൾ ചിലപ്പം വ്യത്യസ്തമാണെങ്കിലും ആശയങ്ങൾ തുല്യമായിരിക്കും. പക്ഷെ അത് വായിക്കുന്നിടത്ത് അയാൾ ചിലപ്പോൾ ഒന്ന് റിക്കവറായി വരും, ഒന്ന് റിട്ടേൺ വരുന്ന രൂപത്തിലേക്ക് അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സെൽഫ് ഹെൽപ്പ് കാറ്റഗറി പുസ്തകങ്ങളുടെ ഒരു ഇതിൽ കൂടി ഈ പുസ്തകം വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനറൽ ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു സാധാരണ വായനക്കാരൻ ഈ പുസ്തകം എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഓരോ വരിയിലും അയാളെ പാകപ്പെടുത്താൻ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പിന്നെ ഒരു ക്രമീകരണവും ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് നൽകുന്നിടത്തൊക്കെ ഈ പുസ്തകം സഹായിക്കുന്നതാണ്. അത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയത് ഒരു എല്ലാ തലത്തിലും അത് പറ്റുന്നതാണെന്നുള്ളത്. എന്നെ കണക്ട് ചെയ്തിട്ടുള്ളേ ആ പുസ്തകം വായിച്ചപ്പോൾ എന്നെ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് സംഭവം, രണ്ട് പോയിന്റുകൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു അത് എൻ്റെ തോട്ട് പ്രോസസ്സിനെ പോലും അത് എന്ത് ചെയ്യണ്ടേ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സാധനമാണ് എന്ത് ചെയ്ത് ഏഷണി പറയരുത്, പരദൂഷണം പറയരുത്, അത് ഇസ്ലാമിൽ എന്താണ് ഹറാമാണെന്നുള്ള കൺസെപ്റ്റ്. പക്ഷെ അതിൽ ഉസ്താദ് പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഏഷണി പരദൂഷണം എന്നുള്ളത് നമ്മളിങ്ങനെ ഇരുന്ന് പറയാമെന്നുള്ളത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അത് ഒരാളെ കമൻറ്റിൻ്റെ കീഴിൽ കമൻ്റായിട്ട് ഒരു പോസ്റ്റിന് കീഴിൽ കമൻ്റായിട്ട് എഴുതുന്നതാണെങ്കിൽ അതെന്ത് ചെയ്യും, ഏഷണിയും പരദൂഷണമായിട്ട് വരും. അത് നമ്മൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ്. നമ്മൾ അയാൾ എന്നെ അറിയില്ലല്ലോ എന്ന രീതിയിൽ എന്തും ആരെന്നെ അറിയില്ലല്ലോ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, എന്തും അതിൻ്റെ കീഴിൽ പോയി പറയാം. ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പോലും പറഞ്ഞാൽ ആരും അറിയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു സാധനത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് എന്ത് സോഷ്യൽ മീഡിയയിലുള്ള ഈ ഏഷണിയും പരദൂഷണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരിടത്ത് പിണറായി വിജയനോ ഒരിടത്ത് VT സതീശനും വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ട് പാർട്ടിയുടെ വ്യത്യസ്തത വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന അവസ്ഥ സ്റ്റാറ്റസുകളിൽ. ഇതൊക്കെ എന്താണ് ഏഷണിയുടെ പരദൂഷണത്തിനും കാറ്റഗറിയിലാണ് ഇപ്പോൾ വരിക എന്നുള്ളതും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് എന്ത് ചെയ്ത് വായിച്ചത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്ത് പോയി. കാരണം നമ്മൾ സാധാരണ പറഞ്ഞ ഈ രീതിയിൽ ആലോചിക്കുന്നുള്ളൂ, പക്ഷെ ഇത് വായിച്ചപ്പോൾ എന്ത് ചെയ്ത് ഇതും അതിൻ്റെ ഭാഗമാണല്ലോ എന്ന് തോന്നി.
മറ്റൊരു പോയിന്റ് എനിക്ക് തോന്നുന്നു വെച്ചാൽ വളരെ നമ്മൾ അയൽവാസി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. ആരാണ് അയൽവാസി? അപ്പോൾ സാധാരണ പോലെ 40 വീട് വരെ ആളുകൾ എന്ത് ചെയ്യും അയൽവാസിയായിട്ട് വരും. നമ്മൾ ഒരിക്കലും പഠിക്കുന്ന വിഷയമാണ്. അപ്പോൾ സാർ പറഞ്ഞു വെച്ചാൽ ഈ 40 വീടുകളോ അത് മാത്രമല്ല അയൽവാസി, അല്ലെ 40 വീട് എന്നുള്ള നമ്മൾ വീടായിക്കണം, ഇനി തൊട്ടടുത്തുള്ള ആളെന്നുള്ള മാത്രമല്ല അയൽവാസി. നമ്മുടെ സഹയാത്രികൻ നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ സഹപാഠി നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ അയൽവാസിയാണ് റെസിഡൻഷ്യൽ മാത്രമല്ല, പെർമനൻ്റ് ആയി താമസിക്കുന്നത് മാത്രമല്ല, നമ്മളെ സഹപ്രവർത്തകന്, നമ്മളെ കൊളീഗ്സ്, ജോലിക്കാരന്, ഒപ്പം സഹപ്രവർത്തകർ, ഇവരൊക്കെ എന്താണ് അയൽവാസി എന്ന് കാറ്റഗറി വരും. അപ്പോൾ അവരുടെ മതം എന്നുള്ളത് എന്ത് ചെയ്യരുത്, അവർക്ക് സഹായിക്കാനോ അവരോട് കരുണ ചെയ്യാനോ എന്ത് ചെയ്യരുത്, നമ്മൾ തടസ്സമായിരുന്നു എന്നുള്ള. അപ്പോൾ നമ്മൾ സാധാരണ അയൽവാസി എന്നുള്ള കൺസെപ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇത് ഉസ്താദ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിൾ ഇത് അയൽവാസി എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല ഇവരും കൂടെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഇന്നെ സ്ട്രൈക്ക് ചെയ്ത ഈ 2 സാധനങ്ങൾ ഭയങ്കര ടൈപ്പ്. പിന്നെ പുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്ക് മൊത്തത്തിൽ നേരത്തെ സയ്യിദ് ഉസ്താദ് പറഞ്ഞ ഒരു സ്വഭാവമുണ്ട്. ഒരു നമ്മളുടെ ഏഷണിയും പരദൂഷണത്തെയും പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന അതേ സമയത്ത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഏരിയകളിൽ പ്രത്യേകിച്ചുള്ള ഒരു സാധനം നമുക്ക് അതൊരു ശരിക്കും നമുക്ക് മുമ്പിൽ ഒരു ചെക്ക് വെക്കലാണ്. നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം ഇത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, ഇതൊക്കെ അതായിരുന്നു എന്ന് നമ്മളൊരു ബോധ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് ഇപ്പോൾ പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ 33 അധ്യായങ്ങൾ പോകുന്നതിൻ്റെ രൂപം അങ്ങനെയാണ്. ഇപ്പോൾ സൗഹൃദം, ഒരു അധ്യായത്തിൻ്റെ പേര് സൗഹൃദം എന്നാണ്, മറ്റൊന്നൊരു പേര് ബന്ധുക്കൾ എന്നാണ്, ആരോഗ്യം. ഇങ്ങനെ ആ ആരോഗ്യം എന്നുള്ള ഒരു അധ്യായം വായിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യത്തെ തന്നെ തകർക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്താണ് ഒരു തിരക്ക് ചെയ്യുന്നത്. അത് വായിക്കുന്നതോട് കൂടി നമുക്കൊരു ഉണർവും കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത. സെൻതുർക്കിൻ്റെ സെമിയോട്ടിക്സ് ഓഫ് നേച്ചർ എന്ന പുസ്തകത്തിനകത്ത് ഒരു ത്വയ്യിബ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം മൂപ്പര് കൊണ്ടുവരുന്നുണ്ട്. ത്വയ്യിബ് ഇൻഡെക്സ് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്, ഒരു ബ്രാൻഡ് പറയുന്നില്ല, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പം ശരിക്കും ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ ആ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നത് ഹലാലോ ഹറാമോ എന്ന് നേരെ ചോദിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഹലാലായിരിക്കും അതിൽ ഓപ്ഷൻ. കാരണം അതിനകത്ത് ആൽക്കഹോൾ ഇല്ല, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഹറാമാക്കിയ എലമെൻറ്റ്സ് ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്കത് കുടിക്കാം എന്ന് തന്നെയാണ് നമുക്ക് നേരെ പറയാൻ പറ്റുക. പക്ഷേ ആ സാധനത്തിനെ ത്വയ്യിബ് ഇൻഡെക്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹലാലോ ഹറാമോ എന്നുള്ളത് ഓക്കെ, ഹലാലാന്ന് അംഗീകരിച്ചു. ഇനി ഈ പെർമിസിബിളാണ്. ഈ പെർമിസിബിളിൻ്റെ കാറ്റഗറിയിൽ തന്നെ അടുത്ത് വരുന്ന സാധനമാണ് ത്വയ്യിബാണോ അല്ലേ എന്നുള്ളത്. അപ്പം ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാറ്റഗറീസാണ്. ഒന്ന് ഹെൽത്ത്, പിന്നെ 2 ഫിനാൻസ്, പിന്നെ 3 സോഷ്യൽ ഇമ്പാക്റ്റ്, ഇങ്ങനെ കുറച്ച് കാറ്റഗറീസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് ഹെൽത്തി ആണോ ഈ സാധനം? അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുന്ന സമയത്ത് ആഡഡ് ഷുഗറാണ്, കഫൈനാണ്, കളറാണ് ഈ സാധനം. അപ്പോൾ ഇത് ഹെൽത്തി അല്ല. അപ്പോൾ ഹെൽത്തിൻ്റെ കോളത്തിൽ റോങ്ങാണ്, തെറ്റായി. ഫിനാൻഷ്യലി ഇത് ഓക്കെ ആണോ? അല്ല. കാരണം ഞാനിത് 40 രൂപ കൊടുത്താൽ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ 40 രൂപയ്ക്ക് എനിക്ക് ഇതിനേക്കാളും മിനറലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യലി നോക്കുമ്പോഴും ഇത് ഓക്കെ അല്ല, തെറ്റാ. സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കുന്ന സമയത്തും ഇത് ശരിയല്ല. കാരണം ഇതിന് വേറെ പല ജനസൈഡ്സുമായിട്ട്, ചില ഹോളോകോസ്റ്റുകളുമായിട്ട് ഒക്കെ ബന്ധമുള്ള അങ്ങനത്തെ ചില തമ്മാടി രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ അപ്പോൾ ആ നിലക്ക് ഞാനത് ഉപയോഗിക്കാൻ പാടില്ല. അത് ആവശ്യത്തിന് അത് റോങ്ങാണ്. പിന്നെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക്കാണ്. അത് ഏറ്റവും ചീപ്പ് പ്ലാസ്റ്റിക് ആയിട്ടാണ് സാധനം ക്യാനായിട്ട് വരുന്നത്. ഈ സാധനം ഇതും പ്രകൃതിയിൽ കിടക്കുക എന്ന് വെച്ചാൽ 1000 വർഷം വരെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന് ഡിഗ്രേഡ് ആവാതെ ഭൂമിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ടായിട്ട് പോലും അത്ര കാലമായിട്ടില്ല. അപ്പം നിലവിൽ ആദ്യം ഫാക്ടറിയിൽ സൃഷ്ടിക്കപ്പെട്ട പ്ലാസ്റ്റിക് പോലും ഇപ്പോഴും ഭൂമിയിൽ എവിടെയും മുഴുവനായിട്ട് ഡിഗ്രേഡ് ആവാതെ കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇനിയും പ്ലാസ്റ്റിക് ഉണ്ടാക്കുക. ഇപ്പോൾ വീരാൻകുട്ടി മാഷ് ഒരു സംസാരം കേട്ടിട്ടുണ്ട് മുമ്പ്, കവി മൂപ്പര് പറയുന്ന സാഹിത്യോത്സവൻ്റെ ഒരു വേദിയിൽ മൂപ്പര് സംസാരിക്കുകയാണ്. നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മരം മുറിച്ചിട്ടാണ് നിങ്ങളുടെ പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ 2 മരം മുറിച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ മാത്രം നിങ്ങളുടെ പുസ്തകം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടി ഉള്ളൂ എന്നാണ്. വളരെ പ്രധാനമാണ്. 2 മരം ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിന് നിർവഹിക്കാൻ കഴിയുന്ന വലിയ ഒരു സാമൂഹ്യ പ്രവർത്തനം അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ ആക്കിക്കൊണ്ടേയിരിക്കുന്നു, തണൽ കൊടുക്കുന്നു, കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പാമ്പിന് പൊത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഈ മൃഗങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുന്ന ഒരു മരം
ചിട്ട് പബ്ലിഷ് ചെയ്യാൻ മാത്രം നിങ്ങളുടെ പുസ്തകത്തിന് സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ പരിവർത്തനത്തിന് റോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ പോകണം. നമ്മൾ കുറേ ആംഗിളിൽ സംസാരിച്ചു. അതെ അതെ, ആ സാധനം അത് അതെ, ഈ പുസ്തകങ്ങളെല്ലാം നമ്മൾ സെലക്റ്റീവ് ആവണം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. നമ്മൾ എന്ത് വായിക്കണം, എന്ത് വായിക്കരുത്. അതെ, എഴുത്തിൻ്റെ ആണ് വിരവട്ടി മാഷ് പറയുന്നത്. ആ സാധനം ഏതാണ് നമ്മൾ വായിക്കേണ്ടത്, ഏതാണ് വായിക്കാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അത് നമ്മൾ എല്ലാ ഏരിയയിലും, അതിപ്പോൾ ഇനി ഏത് പബ്ലിഷറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ഏത് ഓഥറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ഈ ഏരിയകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയേ പറ്റൂ. അതാണ് ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർലോഡ് ഓഫ് നോളേജ്, അങ്ങനെ കുത്തൊഴുക്ക്, ഒരു അറിവിൻ്റെ കുത്തൊഴുക്ക്. കാരണം ഈ സെക്കൻഡിൽ പുതിയ സാധനം കണ്ടെത്തിയിട്ടുണ്ടാവും, അടുത്തൊരു സെക്കൻഡിൽ അത് ഹോൾഡാ. ഇതിങ്ങനെ പുതിയതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും അപ്ഡേറ്റ് എന്നുള്ളത് പോലും ഇനിയിപ്പോൾ പറയാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത ചർച്ചയാണ്. അപ് ടു ഡേറ്റ് അല്ല, അപ് ടു ടൈമാ, അല്ലെങ്കിൽ അപ് ടു നൗവാ. ആ ഒരു സാധനത്തിലേക്ക് സമൂഹം പെട്ടെന്ന് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബഹളത്തിനിടയിൽ നമ്മളിത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി മനുഷ്യന് അത്യാവശ്യമാണ്. അതിന് വേണ്ട വായനകളും അതിന് വേണ്ട ഒരു സാധനങ്ങൾ എനിക്ക് തോന്നിയത് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പുസ്തകം തന്നെയാണ് ഹൃദയഭാഷ എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ പുസ്തകം. കാരണം ഇപ്പോൾ ഈ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള സാധനത്തിൻ്റെ ഇടയിൽ നമ്മൾ ആകെ എന്ത് ചെയ്യണേ, ബേജാറായി പോകും. അത് ഇത് നേരത്തെ പറഞ്ഞാൽ തന്നെ ആ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ, ഈ വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഒരു ടെലഗ്രാമിൽ ന്യൂസ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടാവും 35 ന്യൂസ് ഓൾറെഡി വന്നെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കാൻ ഓടിച്ച് നോക്കാനേ ടൈം നോക്കുള്ളൂ. പിന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അത്രത്തോളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നമ്മൾ ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് വളരെ സാവകാശം ഇരുന്നിട്ട് നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാനും ഒന്ന് റീഫ്രഷ് ആവാനും നമ്മുടെ ലൈഫിനെ തന്നെ ഒന്ന് വേണമെങ്കിൽ റീപ്ലാൻ ചെയ്യാൻ പോലും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഹൃദയഭാഷ ഉസ്താദ് എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്ക്, ഒരു വധുവിനോ വരനോ എന്ത് ചെയ്യാവുന്നതാണ്, ഗിഫ്റ്റായി കൊടുക്കാമെന്ന ഒരു പറ്റിയ പുസ്തകമാണ് ഇത്. പക്ഷേ കാരണം അത് പുതിയൊരു ലൈഫിലേക്ക് വരും, ജീവിതത്തിന്റെ ഷിഫ്റ്റുകളിൽ നമുക്കൊന്ന് ഈ പുസ്തകം നമുക്കൊരു അവസരം ഒരുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസ് സ്പേസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സഹപ്രവർത്തകന് കൊടുക്കാൻ പറ്റും. അപ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, ഇതിലൂടെ തന്നെ കൈമാറ്റം. ഓഫീസിനകത്ത് എല്ലാവരും ഹൃദയഭാഷ വായിച്ചവരാകുക എന്നുള്ളത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ജീവിതത്തിന്റെ എല്ലാ ഷിഫ്റ്റുകളിലും ഈ പുസ്തകം ഇടപെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 33 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ളതാണ് 33 അധ്യായം, മറ്റൊരാളുടെ ജീവിതത്തിലുള്ള 33 അധ്യായം. ഞാൻ സമ്പന്നനായാൽ സമ്പന്നനുള്ള അധ്യായം അതിനകത്തുണ്ട്, ഞാൻ പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടവനുള്ള അധ്യായം അതിനകത്തുണ്ട്. മനുഷ്യനാണോ നമ്മളെ ബാധിക്കുന്ന, നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്ന അധ്യായങ്ങളാണ് അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യന്മാരും സമാധാനം എന്നുള്ള ഒരു സാധനത്തിന് പിന്നാലെയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ജീവിതം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി സമാധാനം എന്നുള്ളതിലേക്ക് എല്ലാവരും എത്തും. എനിക്ക് സമാധാനം വേണ്ടെന്ന് ഇപ്പോൾ ആർക്കും അഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ പറഞ്ഞ പോലെ അന്ന് നമ്മൾ നേരത്തെ തുടങ്ങിയ എന്താ സെൽഫ് ഹെൽപ്പ് സാധനം, അതിലൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു മോട്ടിവേഷൻ, നമുക്കൊരു പ്രഷർ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് മുകളിൽ പോകും. പക്ഷെ ആ മോട്ടിവേഷൻ്റെ ഒരു ഗ്രാസ്പിങ്, ആ ഗ്രാവിറ്റി പോകുന്നതോടുകൂടി താഴേക്ക് തന്നെ പോരും. ഇതൊരു വെറുതെ ഒരു സെൽഫ് ഹെൽപ്പ് അല്ലാത്ത ഒരു മോട്ടിവേഷൻ സാധനമാണെങ്കിൽ നമ്മളുടെ ഈ ഗ്രാഫ് വെറുതെ കുത്തനെ പോയി താഴേക്ക് വരൂ. സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഗ്രാജുവലി ആണെങ്കിലും അതിനെ പിന്നെ സ്റ്റേബിൾ ആക്കി വെക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു റഫീഖ് അല്ലെങ്കിൽ സുഹൃത്ത്, നല്ലൊരു സുഹൃത്ത് ഇല്ലാത്തടത്ത് ഈ പുസ്തകം എങ്ങനെയാണ് ഉപകരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർസ്പെക്റ്റീവിലും കൂടിയാണ് ഉസ്താദ് എഴുതുന്നതുകൊണ്ട് ആ സാധനം വരുന്നത്. ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫിയിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകത്തിന് എന്ത് ചെയ്യുന്നത്, ഒരു വിശ്വാസിക്ക് വേണ്ടി അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഒരാൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം എന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഭാഷൻ്റെ, പുസ്തകത്തിൻ്റെ ഒരു ഭാഷയും കൂടി പറയണം തോന്നുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ്. നമുക്കിനിയിപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ ഒരു പിന്നെ കൈമാറ്റം ചെയ്ത് വായിച്ചു തുടങ്ങുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് മുതൽ ഇത് വായിക്കാവുന്ന ഒരു അത്രയും നല്ല ഭാഷയിലാണ്, ലളിതമായ ഭാഷയാണ് എന്നുള്ളത് കൂടി എൻ്റെ ഒരു പോസിറ്റീവ് കാണേണ്ടത്. അതിൽ ഇപ്പോൾ ഈ പ്രായങ്ങളെ പറയുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ലൊരു ഉപദേശ പുസ്തകമാണ്. നമുക്ക് ഒരു കൈപിടിച്ചതാക്കാൻ, നമ്മളെ കൈപിടിച്ച് നേരത്തെ പറഞ്ഞാൽ ആ ഒരു വഴിയിലേക്ക് നമുക്ക് വഴി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുസ്തകമാണ്. വലിയ ആൾക്കാർക്ക് വായിക്കുമ്പോൾ ഒരു ഭയങ്കര ഫിലോസോഫിക്കൽ നമുക്ക് ആ ഒരു സാധനം കൂടിയാണത്. അതിൽ ഒരു സാധനം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞില്ലേ ഈ സിമ്പിൾ ലാംഗ്വേജ് എന്നുള്ള ഒരു സാധനം. ഇപ്പോൾ
ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ പലതുണ്ട്. ഇപ്പോൾ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടി തന്നെ ഇസ്ലാമിനെ കുറിച്ച് അവതരിപ്പിക്കുന്നതും കുറേ സംഗതികളും ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ കാണുന്നത് ഹദീസുകളും ആയത്തുകളും പറയുകയും അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോപ്പാകുന്നൊരു രീതിയിൽ. അപ്പോൾ വിവാഹം ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആയത്ത് ഹദീസ് പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നല്ലെങ്കിൽ മറ്റൊരു കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുള്ളൊരു സംഗതിയാണ് അതിൽ സാധാരണ നമ്മൾ കാണുന്നത്. ഈ ഒരു പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നത് ഹദീസുകളും ആയത്തുകളും സാന്ദർഭികമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതിന് വ്യത്യസ്തമായിട്ട് ഉസ്താദിൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു അനുഭവം കൂടി ഉണ്ട്. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങൾ പറയുകയും ഉസ്താദ് സാധാരണ തന്നെ ഈ എല്ലാ വിഷയങ്ങളും അപ്രോച്ച് ചെയ്ത് ഉസ്താദ് അങ്ങനെ തന്നെ എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന രീതിയിൽ ഷെയ്ഖുനെ കൂടി അതിൽ പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന ഉസ്താദിൻ്റെ ശൈലിയിൽ തന്നെയാണ് എന്ത് ചെയ്യണത് ഈ വിഷയം നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ മീഡിയ ഒരു ന്യൂ ജനറേഷനോടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് എന്ത് ചെയ്യണത് ഈ ഭാഷത്തിൽ വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.